ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അവയിൽ തൃപ്തിയുള്ളവരാകേണ്ടവനാണ് മുസ്ലിം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ചില വിധിവിലക്കുകൾ ഇസ്ലാമിലുണ്ട്. അവർക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അത്തരം വിധിവിലക്കുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമാ യുരീദുല്ലാഹു ലിയുസ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അള്ളാഹു നിങ്ങളോട് സ്ത്രീകളെ ഈ കാര്യങ്ങളൊക്കെ വിധിച്ചത്, നല്ല വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷന്മാരോടൊപ്പം ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത്, ഒരു മഹറമില്ലാതെ നിന്റെ രക്തബന്ധത്തിൽപ്പെട്ട വിവാഹം നിഷിദ്ധമായ ആരെങ്കിലും ഒപ്പമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത്, വീട്ടിൽ നിന്ന് അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞത്, നിന്റെ അലങ്കാരം ജനങ്ങൾക്ക് മുൻപിൽ കാണിക്കരുത് എന്ന് പറഞ്ഞത്, നീ മറ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഇന്നമാ യുരീദുല്ലാഹു ലിയുസ്ഹിബ അൻകുമുർ റിജ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് വൃത്തികേടുകൾ നീക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ്. അതല്ലാതെ പുരുഷന്മാർക്ക് എന്തെങ്കിലും നിലക്ക് സ്ത്രീകളെ അടിമകളാക്കാനല്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ നിയമങ്ങൾ പുരുഷന്മാർ ഉണ്ടാക്കിയതായിരുന്നു എങ്കിൽ, അത് പുരുഷന് യോജിച്ചതായിരുന്നു എങ്കിൽ സ്ത്രീകൾ അവർ വസ്ത്രം അഴിച്ചിടണമെന്നായിരുന്നു ഇസ്ലാമിന്റെ കൽപ്പന. അങ്ങനെയാകണമായിരുന്നു. കാരണം പുരുഷൻ സ്ത്രീകളെ കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. അവരുടെ നഗ്നത ആസ്വദിക്കാൻ അവന്റെ പ്രകൃതത്തിൽ തന്നെ അവന് താല്പര്യമുണ്ട്. പക്ഷെ ഇസ്ലാമിലെ നിയമം പുരുഷന്മാരുണ്ടാക്കിയതല്ല. ഇസ്ലാമിലെ നിയമം അല്ലാഹു നിശ്ചയിച്ച നിയമമാണ്. പുരുഷനെയും സ്ത്രീയെയും കുട്ടികളെയും വലിയവരെയും ഉടമസ്ഥന്മാരെയും തൊഴിലാളികളെയും മുതലാളികളെയും എല്ലാവരെയും പടച്ചവനാരാണോ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണോ, അവന്റെ നിയമങ്ങളാണ് ഇസ്ലാമിലെ നിയമങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സ്ത്രീകളെ നിങ്ങളോട് ഈ വിധിവിലക്കുകളൊക്കെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നിങ്ങളുടെ മേൽ നിന്ന് വൃത്തികേടുകൾ എടുത്തു നീക്കാനാണ്. നിങ്ങളെ കൊത്തിവലിക്കുന്ന കണ്ണുകളുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനാണ്. യാത്രകളിൽ ആക്രമിക്കപ്പെട്ട അനേകം സ്ത്രീകളുണ്ടല്ലോ, അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാനാണ്. പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ചുകൊണ്ട് പീഡന കഥകൾ പറയാൻ കഴിയാതെ രാത്രിയിൽ ഇരുട്ടിൽ മുറിയിൽ അടച്ചിരുന്ന് കൂടിപ്പിരിച്ചിരുന്ന് കരയുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാനാണ്, നിങ്ങളെ പ്രയാസപ്പെടുത്താതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, സ്ത്രീകളെ, ഇസ്ലാമിലെ വിധിവിലക്കുകൾ നിങ്ങൾ അതിന്റെ മേന്മ തിരിച്ചറിയണം, അതിന് വിശ്വസിക്കണം, അതിന് കീഴൊതുങ്ങാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്നിതാ ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അവർക്ക് പ്രതിഷേധങ്ങൾക്കുള്ള വഴി മാത്രമാണ് ഇസ്ലാം. അങ്ങനെയല്ല. ഇത് നിന്റെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് നീ ചെയ്യേണ്ടതാണ്. നിന്റെ ഹിജാബ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നീ ചെയ്യേണ്ടതാണ്. അതിനാണ് പ്രതിഫലമുള്ളത്, അതിനാണ് പുണ്യമുള്ളത്, അതാണ് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുക. ഇത് നീ എന്തുകൊണ്ട് അനുസരിക്കണമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്? അള്ളാഹു നിന്നോട് കൽപ്പിച്ചതാണ്, അതല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഫലാ വറബ്ബിക് لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആനിലും സുന്നത്തിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ട ആയത്താണിത്. ഫലാ വറബ്ബിക്, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിധിയിലേക്ക് അവർ വരുന്നതുവരെ അവർ മുഅ്മിനാവുകയില്ല. എന്തിനാ ഹിജാബ് ധരിക്കുന്നത്? അതിന്റെ സ്റ്റൈലാണ്, അതിന്റെ ഫാഷനാണ്, അതിന്റെ ഈ കാലഘട്ടത്തിലെ പ്രതിഷേധമാണ്. ഇതൊന്നുമല്ല ഹിജാബ്, അള്ളാഹുവിന്റെ വിധി അനുസരിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിറവേറ്റലാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയാണ് അത് അനുസരിക്കേണ്ടത്. എന്നാൽ ഇന്ന് സഹോദരിമാരിൽ ചിലരെങ്കിലും ഇതാ ആധുനിക പ്രത്യയശാസ്ത്രങ്ങൾ, ഫെമിനിസ്റ്റ് ഐഡിയോളജികൾ അതിന്റെ പിറകിൽ പോവുകയാണ്. അത്തരം ചിന്തകളുടെ ഭാഗമായി അവരിൽ എന്തും ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഹിജാബ് ധരിക്കാനും സ്വാതന്ത്ര്യം വേണം. ഇസ്ലാമിൽ അങ്ങനെയല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മുസ്ലിമായ വനിതയാണോ, ഹിജാബ് ധരിക്കണം. നിന്റെ ചോയ്സ് ഇസ്ലാമിലുള്ള ചോയ്സ് മാത്രമാണ്, അതിന് പുറത്തേക്ക് ചോയ്സ് ഇല്ല. ഇന്ന് ചില ആളുകൾ പറയുന്നു, ഹിജാബിനെ കുറിച്ച് ചോദിച്ചാൽ മുസ്ലിം പെൺകുട്ടികൾ പറയുന്നു, അത് വേണമെങ്കിൽ ധരിക്കാം, വേണ്ടെങ്കിൽ ധരിക്കണ്ട. അങ്ങനെയല്ല, ഇസ്ലാമിൽ അങ്ങനെയല്ല. നാട്ടിലെ നിയമം അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഹിജാബ് സ്ത്രീകൾ ധരിക്കേണ്ട നിർബന്ധമായ വേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കൽ നിർബന്ധമായ വസ്ത്രമുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവർ ധരിക്കാൻ നിർബന്ധമായ വസ്ത്രങ്ങളുമുണ്ട്.
അത് അംഗീകരിക്കുക എന്നത് ഒരു മുസ്ലിമായ സ്ത്രീയുടെ നിർബന്ധ ബാധ്യതയാണ്. നീ മുസ്ലിമല്ലേ, കുഴപ്പമില്ല, നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാം, അത് നിന്റെ ദുനിയാവിന്റെ കാര്യമാണ്. ആഖിറത്തിൽ അത്തരക്കാർക്ക് അള്ളാഹു നരകമൊരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. ഇന്ന് പലരും പറയാതെ പോകുന്ന കാര്യമാണിത്. അള്ളാഹുവിനെ നീ അനുസരിക്കണം, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഞാൻ അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണ്, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യകാല മുഹാജിരീങ്ങളായ സ്ത്രീകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കരുണ ചൊരിയട്ടെ. ആദ്യകാലത്തുള്ള മുഹാജിറുകളായ സ്ത്രീകൾ അവർ ദരിദ്രരായിരുന്നു. ധരിക്കാൻ ആകെ ഒരു വസ്ത്രമാണുള്ളത്, അത് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറക്കാൻ ചിലപ്പോൾ അനുയോജ്യമല്ല. അങ്ങനെ ഇരിക്കെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു. അല്ലാഹു പറഞ്ഞു, വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, അവരവരുടെ വസ്ത്രം അവരുടെ ശരീരത്തിലൂടെ താഴ്ത്തിയിടട്ടെ, അവരുടെ ശരീരം അവർ മുഴുവൻ മറക്കട്ടെ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ശഖഖന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ, അവരവരുടെ വിരിപ്പുകൾ കീറി, കിടക്കാൻ ഉപയോഗിക്കുന്ന വിരിപ്പുകൾ അത് അവർ കീറിയെടുത്തു. എന്നിട്ട് അത് അവരുടെ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് അവർ ശരീരം മുഴുവൻ മൂടാൻ തയ്യാറായി. സുബ്ഹാനല്ലാഹ്, വസ്ത്രമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ സ്ത്രീകൾ വന്ന് പറയുകയല്ല, നബിയെ ധരിക്കാൻ വസ്ത്രമില്ല, എന്തു ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നില്ല. അവരവരുടെ വീട്ടിലേക്ക് പോയി വിരിപ്പിൽ നിന്ന് വസ്ത്രം മുറിച്ചെടുത്തത് ശരീരത്തിലേക്ക് അത് തങ്ങളുടെ ഉടുപ്പിലേക്ക് തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ മറക്കുകയാണ്. അതാണ് മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുസരിക്കുക എന്നതായിരിക്കണം അവന്റെ നിയമം.